എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കോമ്പറ്റബിൾ ആണോ അറിയില്ല. അറിയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ആറാട്ടണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ കിടന്ന് ഉറങ്ങി അടുത്ത ദിവസം ഉറക്കണീറ്റപ്പം ആള് ഫേമസാണ്. അറാട്ടൊക്കെയാണ്, എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കേസുമാണ്. പക്ഷെ ആറാട്ടണ്ണൻ്റെ ഒരു ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോൾ അങ്ങേര് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് പോട്ടെ. പിന്നെ ആറാട്ടണ്ണന് വേറൊരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിന്ന് പറ്റിച്ചാൽ കൂടി ഊക്കിയാൽ പോലും ആറാട്ടണ്ണന് തിരിച്ച് മനസ്സിലാവില്ല. പക്ഷെ എങ്കിലും ആരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവ ഊക്കിയതാണെന്നും പറയും. അതാണ് ആറാട്ടണ്ണന്റെ കുഴപ്പം. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇരിക്കട്ടെ. എന്തായാലും ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു ഫെയിം കിട്ടിയതിനു ശേഷം നമ്മൾ എല്ലാവരും അറിയുന്നതാണ്. അങ്ങനെ കാണിക്കുന്ന പരിപാടികളും മൂവി റിവ്യൂ പറയുന്നതും അവിടെ പോയി ഉണ്ടാക്കിയ അടികളും ഒക്കെ ആയിട്ട് നമ്മൾ ആറാട്ടണ്ണന്റെ ഒരു വളരെ നീണ്ടൊരു നിര തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അണ്ണനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര നടിമാർ, നമ്മുടെ ഇഷ്ടംപോലെ നടിമാരെടുത്ത് ക്രഷ് തോന്നിയിട്ടുണ്ട്. ക്രഷ് തോന്നി ഇപ്പം മഞ്ജു വാര്യറിൽ വന്നിട്ടാണ് ക്രഷ് നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു ലെവലിൽ ഇപ്പം ആറാട്ടണ്ണൻ വന്ന് നിൽക്കുകയാണ്. മഞ്ജു വാര്യറാണ് അവസാനത്തെ ക്രഷായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ക്രഷ് എന്ന് പറയുന്ന സാധനം തോന്നും. ഓഫ് കോഴ്സ് തോന്നാത്തവന്മാരുണ്ട്. ആണായാലും പെണ്ണായാലും ഉണ്ടെങ്കിൽ മനുഷ്യരല്ല, വേറെ എന്തോ മനുഷ്യരായാലും മൃഗങ്ങളായാലും തോന്നും കേട്ടോ. എല്ലാവർക്കും തോന്നും, ക്രഷ് എന്ന് പറയുന്ന സാധനം തോന്നും. പക്ഷേ നമ്മളതൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്കിത് അവളോടെ ക്രഷ് തോന്നി, ഇവളോടെ ക്രഷ് തോന്നി, അവളോടെ ക്രഷ് കെട്ടിയേ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഡെയിലി വന്നിട്ട് ഓരോരുത്തരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു പേര് കിട്ടും, കോഴി എന്ന പേര് കിട്ടും. ആ പേര് കിട്ടും, ഓട്ടോമാറ്റിക്കലി അത് കിട്ടും. പിന്നെ ഇതുപോലെ ആറാട്ടെണ്ണം വന്നിരുന്ന് പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഴിയെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. വേറെ എന്തെങ്കിലും പരിപാടികൾ ആൾക്കാർ വിളിച്ച് തലയിൽ വെച്ച് എന്തായാലും ആറാട്ടെണ്ണായി ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു അവസാനം വന്ന് നിൽക്കുന്നത് മഞ്ജു വാര്യറിലാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കോമ്പറ്റബിൾ ആണോ അറിയില്ല. എന്നെക്കാണ്ടും വളരെ ഹൈ പൊസിഷനിലാണ്. ഞാൻ നല്ലൊരു ലൈഫ് പാർട്ണർ ആയിരിക്കും. കാരണം ഞാൻ എല്ലാ ഫ്രീഡം കൊടുക്കും. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. ഞാൻ നല്ലൊരു ലൈഫ് പാർട്ട്ണറാണ്, എല്ലാ ഫ്രീഡവും കൊടുക്കും. പക്ഷെ എനിക്കിതൊരു പ്രണയം ഉണ്ടായിട്ടില്ല. എൻ്റെ പൊന്നെണ്ണ, ഈ ഫ്രീഡം എന്ന് പറയുന്ന സാധനം നമ്മൾ വാരിക്കോരി കൊടുക്കേണ്ടതല്ല. അത് അവർക്ക് ഉള്ളത് സാധനമാണ്. അതിപ്പം ആണിനായാലും പെണ്ണിനായാലും അത് നമ്മൾ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു പറച്ചില് തന്നെ ഉണ്ട് പഴയ ഒരു അടിമത്തം അല്ലേ? ഉണ്ടോ എവിടെയോ ഉണ്ട്. അണ്ണൻ ചുമ്മാ കള്ളം പറയല്ലേ. ഫ്രീഡം എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി അവർക്ക് ഉള്ള സാധനമാണ്. അത് എല്ലാവർക്കും ഇപ്പം ആണിനായാലും പെണ്ണിനായാലും ഫ്രീഡം ഉണ്ട്. ആരെയും തലയിൽ കയറി ഞാനങ്ങേണ്ട കാര്യമൊന്നും ഇല്ല. ബാക്കിയൊക്കെ ഈ പറയുന്ന ആളിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ കോമ്പറ്റബിൾ ആണെന്ന് അറിയില്ല. മറ്റാരുമല്ല, മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ്. പുള്ളിക്കാർക്ക് ഞാൻ അറിയുകയും ചെയ്യാം, 2 തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ വലിയ ആളായിപ്പോയി. വളരെ ആവശ്യത്തിന് ഭംഗിയുണ്ട്. മഞ്ജു വാര്യർ ആവശ്യത്തിന് ഭംഗിയുണ്ട്. അവർ വലിയ ആളായിപ്പോയി എന്നാണ് പറയുന്നത്. അവർ വലിയ ആളായപ്പോൾ അവരൊരു സിനിമാ നടിയാണ്. അവർക്ക് അതിൻ്റെതായ പൊസിഷനും ലെവലും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ആറാട്ടെണ്ണം പോയി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യൂല ഒരിക്കലും. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. അണ്ണ ഇവിടെ വന്നിരുന്ന വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഉള്ള അവർ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ. പിന്നെ അവർക്ക് വേറെ ജോലിയില്ലേ? ഇപ്പം ആറാട്ടെണ്ണം ആയതുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ അവര് ഇനി ഞാനൊന്നും വിവരിക്കുന്നില്ല. പക്ഷെ ആറാട്ടെണ്ണൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് ആഴ്ചയിൽ ഓരോരുത്തരെ പറയുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ മഞ്ജു വാര്യറിനെ ക്രഷ് തോന്നിയെന്ന് പറയും, ഇഷ്ടമാണെന്ന് പറയും, കല്യാണം കഴിക്കണമെന്ന് പറയും. അടുത്ത ആഴ്ചയിൽ വന്നിട്ട് ശരിയല്ല, ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അണ്ണൻ തന്നെ പറയും. നോക്കി, ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മഞ്ജു വാര്യറിനെ പറ്റിയുള്ള നെഗറ്റീവ് വീഡിയോ ആണ്. ആൾ ഇൻ്റലിജൻ്റാണ്, കേപ്പബിളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈരാഗ്യമുണ്ട്. ദിലീപിനോട് ഭയങ്കര വൈരാഗ്യമാണ്. ദിലീപിൻ്റെ അവിടെ ഭയങ്കര വൈരാഗ്യമാണ്. തുടങ്ങി നെഗറ്റീവ് തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ ചേർത്ത് വച്ചിട്ടുണ്ട് അണ്ണൻ. എന്തായാലും അണ്ണൻ്റെ ചെറുകെട്ട് കൊള്ളാം. ദിലീപിൻ്റെ അവിടെ വൈരാഗ്യം ഉണ്ടെന്ന് മഞ്ജു വാര്യർ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ. എന്തായാലും മഞ്ജു വാര്യന് അടുത്ത കാലം കല്യാണിക്കാൻ പ്ലാനില്ലാന്ന് ഞാൻ അറിഞ്ഞത്. എന്തെങ്കിലും ഒരിക്കൽ ഒന്നിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നിക്കുക. പക്ഷെ ഞാൻ ഒരു കോമ്പറ്റബിൾ ആണെന്ന് അറിയില്ല. അവർ വലിയ പൊസിഷനിലാണ്. അണ്ണ ഇത് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇത് കോമഡിക്ക് റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഓക്കെയാണ്.
പക്ഷെ ഇത് അണ്ണ സീരിയസ് ആയിട്ട് പറയുന്നെങ്കിലാണ് എനിക്ക് വിഷമം വരുന്നത്. അണ്ണ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു? ഇത്രയും സീരിയസ് ആയിട്ട് മഞ്ജു വാര്യർ. എനിക്കറിയില്ല, നാളെ ഞാനും വന്നിരുന്ന് ഇങ്ങനെയായിട്ട് പറയാൻ പോകണം. അല്ല ഇനിയിപ്പോൾ എന്തിനും ആരെങ്കിലും നടിവാരെ വെച്ച് പറ, ആരെങ്കിലും ഇനിയിപ്പോൾ കൊളുത്തിയാല ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കുമല്ലേ. എന്നാലും എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷെ അവർ എന്നെ പോലെ ഒരാളെ കല്യാണം കഴിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. ആക്സെപ്റ്റ് മഞ്ജു വാര്യർ. എന്തായാലും മഞ്ജു വാര്യർ പെട്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് മഞ്ജു വാര്യറിനെ ചീത്ത വിളിക്കാനായിട്ട് അണ്ണൻ വീണ്ടും മുന്നോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതിലൊരു മാറ്റമില്ല. അണ്ണൻ്റെ സ്ഥിരം പരിപാടി അതാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വരും. ഇതിൽ ഫസ്റ്റ് ഓഫ് അണ്ണ എടുത്ത് മാറ്റേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണൻ പറയുന്നുണ്ട് ഈ പറയുന്നത് പോലെ നമ്മൾ മഞ്ജു വാര്യറിനെ കെട്ടിക്കഴിഞ്ഞാൽ ഫ്രീഡം കൊടുക്കും. പോട്ടെ, അത് ആരെ കെട്ടിയാലും നിങ്ങൾ ഫ്രീഡം കൊടുക്കും എന്ന് വന്നിരുന്ന് വിളമ്പുന്നുണ്ട്. ഈ ഫ്രീഡം അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 1 കിലോ ഫ്രീഡം ഇന്നത്തേക്ക് 1 കിലോ ഫ്രീഡം, നാളത്തേക്ക് 1/2 കിലോ ഫ്രീഡം, 2 കിലോ ഫ്രീഡം, ഇങ്ങനെ കൊടുക്കുന്ന സാധനമാണ്. എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് ആണിനും പെണ്ണിനും എല്ലാം ഫ്രീഡം തന്നെയാണ്. പിന്നെ കുടുംബ ജീവിതത്തിൽ കയറുമ്പോൾ അവരൊരു ബോണ്ട് വന്നിട്ട് അവിടെ പിന്നെ ചിലടത്ത് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇന്നും ഈ പെണ്ണുങ്ങൾക്ക് ഫ്രീഡം ഇല്ലാതെ നടക്കുന്ന ഉണ്ട്. മീൻസ് ഫ്രീഡം എന്ന് പറയുമ്പോൾ അവർക്ക് അവർ ജോലിക്ക് പോകാനോ ഒന്നിനും താല്പര്യം മീൻസ് സമ്മതിക്കാത്ത ഫാമിലികളുണ്ട്. അമ്മമാരാണ് നേരെ അടിച്ചേറെ കയറ്റണം. പിന്നെ പെൺപിള്ളേർക്ക് ഇപ്പോൾ ഫ്രീഡം നമ്മൾ ആരും കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് ഉണ്ട്. അത് ആറാട്ടാണ് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ദിലീപും മഞ്ജു വാര്യറും പ്രശ്നം അത് അണ്ണൻ പറയണത് അത് അവര് തമ്മിൽ പ്രശ്നമില്ല, വഴക്ക് ആണ് എന്നൊക്കെ അണ്ണൻ എങ്ങനെ അറിയാം? പറഞ്ഞു, അവര് വിളിച്ചു പറഞ്ഞിരുന്നു, ആറാട്ടെണ്ണ ഞാനിങ്ങനെയാണ്, പ്രശ്നമില്ല. അണ്ണാ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഇതാവും. ഇത് ചുമ്മാ വന്നിരുന്നിട്ട് രാവിലെ എണീറ്റ് വന്നിരുന്നിട്ട് എനിക്ക് മഞ്ജു വാര്യർ ഇഷ്ടമാണ്, എനിക്ക് നിത്യ മേനോൻ ഇഷ്ടമാണ്, ഇങ്ങനെ വന്നിരുന്ന് ഓരോരുത്തർ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്വന്തം വിലകളായി. നിങ്ങൾക്ക് പെണ്ണ് കിട്ടത്തില്ല. ഈ പരിപാടിയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കാണിക്കുന്നത്. അണ്ണന് പെണ്ണ് കെട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെണ്ണ് കിട്ടത്തില്ല. അതാണ് അതിൻ്റെ സത്യം. ഒരിക്കലും കിട്ടത്തില്ല. ഇങ്ങനെ വന്നിരുന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എനിക്ക് അവളെ ഇഷ്ടമാണ്, എനിക്ക് കെട്ടിയേക്കൊള്ളാം, ക്രഷാണ്, മറ്റതാണ് മറിച്ചാണ്, എല്ലാം ഡെയിലി. ഇതിപ്പോൾ ഒരാളെ പറഞ്ഞിട്ട് അണ്ണ ആ ഒരു ഇതിൽ പോയിരുന്നെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ആഴ്ചയ്ക്ക് വന്നിട്ട് ഓരോ നടിമാർ ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് പറഞ്ഞാൽ, അണ്ണ മറ്റേ തിയേറ്ററിൽ പോയിട്ട് റിവ്യൂ പറയില്ല, അവിടെ ഏതെങ്കിലും നടിമാർ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം അണ്ണൻ വീഡിയോ ആയിട്ട് വരും. നമസ്കാരം, ഞാൻ ആറാട്ടെണ്ണ, എനിക്ക് ഇന്ന നടിയെ ഇഷ്ടമാണ്, ക്രഷാണ്, അവർ ബോൾഡാണ്, സ്ട്രോങ് ആണ്, അവർ സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെ വന്നിരുന്ന അണ്ണ അങ്ങ് വിളമ്പ്. അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് അവർ കൊള്ളൂല, അവർ മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയും. ഇപ്പൊ വന്നിരുന്നിട്ട് 1 ദിവസം മുമ്പത്തെ വീഡിയോയിൽ എന്തോ ലാലേട്ടനെ പൊക്കി പറയുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ആ ബിഗ് ബോസിന്റെ ജിനൂസ് വിളിച്ച് പ്രാങ്ക് ചെയ്തതിനു ശേഷമാണെന്ന് തോന്നുന്നു ലാലേട്ടനെ പൊക്കി പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് അടുത്ത് ബിഗ് ബോസിൽ അണ്ണന് കയറാൻ പറ്റിയില്ലെങ്കിൽ അണ്ണൻ വീണ്ടും വന്നിരുന്ന് ലാലേട്ടൻ നെഗറ്റീവ് പറയും. ഇത് ചരിത്രമാണ് അണ്ണന്റെ. ഇത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അത് മനസ്സിലാക്കാദ്യം. അല്ലാതെ ഇത് എന്തോന്ന് ഒരുമാതിരി ആഴ്ചയ്ക്ക് വന്നിട്ട് എനിക്ക് ക്രഷാണ്, ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പെണ്ണ് കിട്ടത്തില്ല ഇങ്ങനെ പറഞ്ഞ. അണ്ണന് കല്യാണം കഴിച്ച ഒരു കുടുംബജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് വിളമ്പല്ല ചെയ്യേണ്ടത്. കാണുന്ന എല്ലാത്തിനും ക്രഷ്. നമുക്കും തോന്നൂടെ ക്രഷ്? ഇങ്ങനെ ചുമ്മാ വന്നിരുന്നിട്ട് പബ്ലിക് വന്നിരുന്നിട്ട് എനിക്ക് അവളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം, ഇങ്ങനെയൊന്നും ആരും പറയത്തില്ല. നമുക്കിത് ക്രഷ് തോന്നിയ ക്രഷ്, ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. അല്ല അണ്ണന് തോന്നണം മഞ്ജു വാര്യർ എന്നെങ്കിലും അണ്ണന് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നട്ടക്കണ കാര്യമല്ല തന്നെ. ചുമ്മാ അണ്ണ എന്തെണ്ണ ഇതൊക്കെ നിർത്തി, പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ റിവ്യൂ അങ്ങനെ എന്തെങ്കിലും പറ. ഇത് ഡെയിലി വന്നിരുന്നിട്ട് എനിക്ക് അവരെ ഇഷ്ടമാണ്, ഇവരെ ഇഷ്ടമാണ്. കേട്ട് എന്നെ ഏറിപ്പോയി ഞാൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.